നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിലെ ഈ സീസണിലെ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ വേണ്ടി റയൽ മാഡ്രിഡ് നാളെ കളത്തിലേക്ക് ഇറങ്ങുകയാണ്. റയലിന്റെ സ്വന്തം തട്ടകമായ സാന്റിയാഗോ ബെർണാബുവിൽ ഒസാസുനയ്ക്കെതിരെയാണ് പോരാട്ടം. നാളെ രാത്രി ഇന്ത്യൻ സമയം 12:30, അതായത് സാങ്കേതികമായിട്ട് ബുധനാഴ്ച പുലർച്ചെ 12:30 ആ കളിക്ക് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമപ്രവർത്തകരെ കണ്ടിരുന്നു കോച്ച് സാബി അലോൺസോ. സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് റോഡ്രിഗോയുടെ കാര്യം ചോദിച്ചു. റോഡ്രിഗോ റയൽ മാഡ്രിഡ് വിട്ടേക്കും, സിറ്റി അദ്ദേഹത്തിനായിട്ട് രംഗത്തുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന, സജീവമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോഴാണ് സാബി അലോൺസോയോട് ഈ ഒരു ചോദ്യം വരുന്നത്. സാബി അലോൺസോയുടെ മറുപടിയിലേക്ക് നമുക്കൊന്ന് പോകാം. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ ഒരുപാട് റൂമറുകൾ ഉണ്ടാവും. റൂമറുകൾ ഞാനും കേട്ടു. പക്ഷേ ഞാൻ ഇവിടെ കണ്ടതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെയാണ് ട്രെയിനിങ്ങിലും മറ്റുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എല്ലാവരെയും കൗണ്ട് ചെയ്യുന്നുണ്ട്, റോഡ്രിഗോയെയും ഞാൻ പരിഗണിക്കുന്നുണ്ട്. ഐ കൗണ്ട് ഓൺ റോഡ്രിഗോ ഫോർ ഷുവർ 100%, 100% റോഡ്രിഗോ എൻ്റെ പ്ലാനിലുണ്ട്, അദ്ദേഹത്തെ ഞാൻ കൗണ്ട് ചെയ്യുന്നുണ്ട് എന്നാണ് കോച്ച് സാബി അലോൺസോ പറയുന്നത്. അതോടൊപ്പം സ്ക്വാഡിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു, സ്ക്വാഡ് ഈസ് ക്ലോസ്ഡ്. ഞാൻ ഇവിടെയുള്ള എല്ലാ പ്ലെയേഴ്സിനെയും ഞാൻ കൗണ്ട് ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും അവരുടെ 100% ആവണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം എന്നുകൂടി സാബി അലോൺസോ പറയുന്നു. തീർച്ചയായിട്ടും അപ്പോൾ സാബി അലോൺസോ ഇപ്പം വ്യക്തമാക്കുന്നത് അദ്ദേഹത്തെ എന്തായാലും പരിഗണിക്കുന്നുണ്ട്, റോഡ്രിഗോയെ പരിഗണിക്കുന്നുണ്ട്, താൻ ഒഴിവാക്കിയിട്ടില്ല. ഇവിടെയുള്ള എല്ലാ താരങ്ങളെയും താൻ പരിഗണിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറയുന്നു. പിന്നെ റൂമറുകൾ അത് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതല്ലേ എന്നുകൂടി അദ്ദേഹം പറയുന്നു. അപ്പോൾ അദ്ദേഹത്തോട് പിന്നെ ചോദിക്കുന്നുണ്ട്, കിരീടങ്ങൾ നേടുമോ ഇത്തവണ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്, ഡു ബിഫോർ ടോക്സ്. കാര്യങ്ങൾ ചെയ്യുക, സംസാരിക്കുന്നതിന് മുമ്പ്. സംസാരിക്കുന്നതിലല്ലേ കാര്യങ്ങൾ ചെയ്യുക, അതാണ് പ്രധാനം. സംസാരിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.